അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്നൊരു കച്ചവടത്തെ കുറിച്ച് പറഞ്ഞു തരുന്നു. ഒരിക്കലും നഷ്ടമില്ലാത്ത കച്ചവടമാണ്, ദുനിയാവിലും ആഖിറത്തിലും നഷ്ടമില്ലാത്ത ഒരു കച്ചവടം. ആ കച്ചവടം കൊണ്ട് ദുനിയാവും ആഖിറവും രക്ഷപ്പെടുമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുമ്പോൾ ഒരിക്കലും നഷ്ടമില്ലാത്ത കച്ചവടം എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്. 3 കച്ചവടങ്ങളെ കുറിച്ചാണ് ഖുർആൻ ഇവിടെ നിന്ന് പരിചയപ്പെടുത്തുന്നത്. ഒരിക്കലും നഷ്ടം വരാത്ത 3 കാര്യങ്ങൾ. അതിലെ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആൻ ഓതുന്നതിലൂടെ നഷ്ടമില്ല, ലാഭമല്ലാതെ നഷ്ടമുണ്ടാവുകയില്ല. അത് ദുനിയാവിലാകട്ടെ ആഖിറത്തിലാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ വിഷയത്തെക്കുറിച്ച് ഒരാൾക്കും സംശയമില്ല. അള്ളാന്റെ ഖുർആൻ ഓതുന്നുണ്ടോ, അള്ളാന്റെ ഖുർആൻ പഠിക്കുന്നുണ്ടോ, അള്ളാഹുവിന്റെ ഖുർആനിനെ സ്നേഹിക്കുന്നുണ്ടോ, അള്ളാഹുവിന്റെ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നുണ്ടോ, അവന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. 1, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുകയും ഓതുകയും സ്നേഹിക്കുകയും വേണം. ആ കച്ചവടത്തിൽ ഒരിക്കലും നഷ്ടമില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ പരിശുദ്ധമായ ഖുർആനിനെ സ്നേഹിച്ചതിന്റെ പേരിൽ, അള്ളാഹുവിന്റെ ഖുർആൻ അനുസരിച്ച് ജീവിച്ചതിന്റെ പേരിൽ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തതിന്റെ പേരിൽ ഈ ദുനിയാവിൽ ആർക്കെങ്കിലും നഷ്ടം വന്നിട്ടുണ്ടോ? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നഷ്ടം വന്നിട്ടുണ്ടോ? നിങ്ങൾ പരമനുഷ്യന്മാരെ നഷ്ടം വന്നിട്ടുണ്ടോ? ലാഭമാണോ നഷ്ടമാണോ? ലാഭമാണോ നഷ്ടമാണോ? 99.4 100% ലാഭമേ ഉള്ളൂ. അള്ളാന്റെ ഖുർആനിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് പോലും ഇബാദത്താണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ചില കാര്യങ്ങളിൽ 5 കാര്യങ്ങളിൽ നോക്കിയിരുന്നാൽ ഇബാദത്ത്. 5 കാര്യങ്ങളിൽ നോക്കിയിരിക്കുന്നവന് ഇബാദത്തിന്റെ കൂലിയുണ്ട്. ആ 5 കാര്യങ്ങളിൽപ്പെട്ട 1 മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പരിശുദ്ധമായ കഅബാലയം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം ഇബ്രാഹിം നബിയും തന്റെ പ്രിയപ്പെട്ട മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഇവർ രണ്ടുപേരും ലോകത്ത് അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി ആദ്യമായിട്ട് പണിത ഭവനമാണ് പരിശുദ്ധ കഅബ. ആ കഅബയിൽ നോക്കിക്കൊണ്ടിരിക്ക്, നിനക്ക് പ്രതിഫലമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. രണ്ടാമതായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ, എനിക്കും നമ്മളെ ഓരോരുത്തരെയും 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നൊന്ത് പ്രസവിച്ച ഉമ്മയുടെ മുഖത്ത് നോക്കിയിരിക്കണം. ആ നോക്കിയിരിക്കുന്ന സമയം മുഴുവനും നിനക്ക് ഇബാദത്തിന്റെ കൂലിയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ നിന്ന് പ്രവാചകൻ അവിടെ നിന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നു ഇബാദത്തിന്റെ കൂലി കിട്ടുന്ന കാര്യങ്ങൾ. ഖുർആൻ നോക്കിക്കൊണ്ടിരിക്കുക 3. മൂന്നാമതായിട്ട് ഇബാദത്തിന്റെ കൂലി കിട്ടുന്ന 3-ാമത്തെ കാര്യം അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ. ആരോട് ചോദിച്ചാലും പറയും ഓതാൻ അറിയില്ല അധികം പേർക്കും. ഓതാൻ അറിയില്ലെങ്കിലും അള്ളാഹ് നിന്റെ കണ്ണിന് കാഴ്ച തന്നിട്ടുണ്ടല്ലോ, നോക്കിക്കൊണ്ടിരിക്കുക. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ മൊബൈലിൽ എത്ര മണിക്കൂർ ടിവിയിലും ലാപ്ടോപ്പിലും കമ്പ്യൂട്ടറിന്റെ മുന്നിലുമൊക്കെ നോക്കിക്കൊണ്ട് എത്രയോ നേരം ഇരിക്കുന്നു. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നോക്കിക്കൊണ്ടിരിക്കുന്ന നിനക്ക് ഇബാദത്തിന്റെ കൂലിയുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 3 കാര്യങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നു. മറ്റൊരു ഹദീസിൽ കാണാം 2 കാര്യങ്ങൾ നോക്കുന്നത് ഇബാദത്തിന്റെ കൂലി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സംസം വെള്ളം അള്ളാഹു നമുക്ക് ചെന്ന് വയറ് നിറച്ച് കോരി കുടിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അവിടെ ചെന്നിട്ട് കുടിക്കണം, അല്ലാതെ കൊണ്ടുവരുന്ന ഇത്രയല്ല. അവിടെ ചെന്ന് മതി വരുവോളം കോരി കുടിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. സംസം വെള്ളത്തിൽ നോക്കിയിട്ട് വേണം കുടിക്കാൻ. ആ നോക്കുന്നതിന് കൂലിയുണ്ട്. ആ സംസം വെള്ളം കുടിക്കുന്നതിന് മുമ്പ് ആ വെള്ളത്തിലേക്ക് നോക്കുന്നതിന് ഇബാദത്തിന്റെ കൂലിയുണ്ട്. 5-ാമതായിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ആലിമീങ്ങൾ, അള്ളാഹു ഇഷ്ടപ്പെട്ട പണ്ഡിതന്മാർ, മഹാന്മാർ, ആ മഹാന്മാരുടെ മുഖത്ത് നോക്കുന്നത് ഇബാദത്തിന്റെ കൂലിയുണ്ടെന്ന് മറ്റൊരു ഹദീസിലൂടെ നമുക്ക് പഠിക്കാം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ദുനിയാവിലും ആഖിറത്തിലും രക്ഷ കിട്ടുന്ന ഒരു കച്ചവടമാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആൻ ഓതുന്നതിലൂടെ, ആ ഖുർആൻ പഠിക്കുന്നതിലൂടെ, ആ ഖുർആൻ പഠിപ്പിക്കുന്നതിലൂടെ, ആ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നതിലൂടെ നമുക്ക് നേട്ടമല്ലാതെ ഒരു നഷ്ടവും ഉണ്ടാകില്ല എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ വിശദീകരിക്കുന്നില്ല. 2, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു 5 വഖത്ത് നമസ്കാരം.
5 വഖത്ത് നമസ്കാരം, ആ 5 വഖത്ത് നമസ്കാരം ആരാണോ ജീവിതത്തിൽ മുറുകെ പിടിക്കുന്നത് അവന് ദുനിയാവിലും നഷ്ടമില്ല, ആഖിറത്തിലും നഷ്ടമില്ലെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമുക്ക് നഷ്ടമാണോ ലാഭമാണോ? നിങ്ങൾ പറ, നിസ്കരിക്കുന്നതിലൂടെ നഷ്ടമാണോ ലാഭമാണോ? ലാഭം. നഷ്ടം ഒരിക്കലും ഇല്ലല്ലോ. 5 വഖത്ത് നിസ്കരിക്കുന്നവന് ദുനിയാവിൽ കിട്ടുന്ന ലാഭം എന്താ? ഏറ്റവും കൂടുതൽ മനസ്സിലാക്ക്, എന്തിനാ ഞാനും നിങ്ങൾ കച്ചവടം നടത്തുന്നത്? ഞാനും നിങ്ങളും കച്ചവടം നടത്തുന്നത് നമ്മുടെ ഭാര്യ മക്കളെ പോറ്റാൻ. മറ്റൊരുത്തന്റെ മുന്നിൽ കൈനീട്ടാതെ മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുന്നിലും എൻ്റെ മക്കളോ ഭാര്യക്കോ കുടുംബത്തിനോ ഭക്ഷണത്തിനോ വേണ്ടി കൈനീട്ടരുത്. ഇസ്സത്തോടുകൂടി ജീവിക്കണം. ഇതിനു വേണ്ടിയാ എല്ലാവരും കച്ചവടം നടത്തുന്നേ. എങ്കിൽ അല്ല പറയുക, 5 നേരം നിസ്കരിച്ച മരിക്കണ കാലം വരെ നിനക്ക് പട്ടിണി ഉണ്ടാകില്ല, ഞാൻ റിസ്ക് തരും. അല്ലയല്ലേ പറഞ്ഞേ? പരിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നു, ആരാണോ 5 വഖത്ത് നിസ്കരിക്കുന്നത് അവന് മരിക്കുന്ന കാലം വരെ ഞാൻ കൊടുക്കും ഭക്ഷണം. നീ എങ്ങും പോണ്ട, ഞാൻ തരും. ഞാനാ നിന്റെ റബ്ബ്, ഞാനാ നിനക്ക് റിസ്ക് തരുന്നവൻ, ഞാനാണ് റാസിഖ്, ഞാൻ തരും നിനക്ക് ഭക്ഷണം. 5 നേരം നിസ്കരിച്ചാ മതി. എൻ്റെ സഹോദര, ഇന്ന് നിസ്കാരം കളയുന്നത് ഈ ബിസിനസിന്റെ പേരില. നമ്മൾ ചിന്തിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവർ, അപ്പൊ ദുനിയാവിൽ നമസ്കരിക്കുന്നതിലൂടെ ദുനിയാവിൽ നമുക്ക് ലാഭം, ഇനി ആഖിറത്തിലോ അള്ളാഹുവിന്റെ സ്വർഗം. അള്ളാഹു നമുക്ക് നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. എന്നിട്ട് പരിശുദ്ധമായ ഖുർആൻ മൂന്നാമതായി പറഞ്ഞു, വഅൻഫിഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ. രഹസ്യമായിട്ടും പരസ്യമായിട്ടും സദഖ ചെയ്യുക. രഹസ്യമായിട്ടും പരസ്യമായിട്ടും സദഖ ചെയ്യുക. ആ രഹസ്യത്തിലും രഹസ്യമായിട്ടും പരസ്യമായിട്ടും, ചിലപ്പോൾ രഹസ്യമായിട്ട് ചെയ്യണം, ചില സമയത്ത് പരസ്യമായിട്ട് ചെയ്യണം. അങ്ങനെ അതിലൂടെ നിനക്ക് നഷ്ടം ദുനിയാവിലുമില്ല, ആഖിറത്തിലുമില്ല, നിനക്ക് ലാഭമേ ഉള്ളൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ലാഭം മാത്രമേ ഉള്ളൂ. കാരണം അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഈ പ്രസംഗിക്കുന്ന ഞാനെങ്ങാണം ഇന്ന് ഈ സദസ്സിൽ നിന്നുകൊണ്ട്, ഇന്ന് ഇവിടെ നിന്നുകൊണ്ട് മരണപ്പെട്ടാൽ, എല്ലാവരും കൂടെ എന്നെ കുളിപ്പിച്ചൊരുക്കി നല്ലതുപോലെ എന്റെ നാട്ടിലേക്ക് കൊണ്ടുപോകുമല്ലോ. പത്തനാപുരത്ത് കൊണ്ടുപോയി നാട്ടുകാരെ മുഴുവനും കാണിച്ചിട്ട് അവസാനം, പടച്ചവനെ, അള്ളാഹു എവിടെയാണോ എനിക്ക് 6 അടി മണ്ണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്, ആ ഖബറിന്റെ അകത്തേക്ക് എല്ലാവരും കൂടെ എന്നെ കൊണ്ടുപോകുമല്ലോ. എല്ലാരും എവിടെ വരെയാണ് വരുന്നത്? ഖബറിന്റെ ചാരത്ത് വരെ. അത് ഭാര്യയാകട്ടെ, മക്കളാകട്ടെ, കൂടപ്പുറപ്പാകട്ടെ, കുടുംബക്കാരാകട്ടെ, എല്ലാവരും കൂടെ ഞാൻ ഇന്ന് വരെ സമ്പാദിച്ച എന്റെ വീടും എന്റെ പണവും എന്റെ വാഹനവും എന്റെ വസ്ത്രങ്ങളെല്ലാം എല്ലാം ഊരിയെടുത്തിട്ട് അവസാനം എന്നെ പള്ളിപ്പറമ്പിലെ 6 അടി മണ്ണിന്റെ അകത്ത് കൊണ്ടുപോയി കുഴിച്ചിടുമ്പോ, ആ പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്ത് എന്റെ കൂടെ വരുന്നത് ആകെ 3 കാര്യമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ, ഒരാള് ഖബറിലേക്ക് പോയി കഴിഞ്ഞാൽ, പിന്നെ അവന്റെ കൂടെ പോകുന്നത് 3 കാര്യമാണ്. അതിലെ ഒന്നാമത്തെ കാര്യം എന്താ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പഠിച്ച ഇൽമുണ്ടല്ലോ, ഞാൻ പഠിപ്പിച്ച ഇൽമുകളുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ടവരെ, അതിന്റെ മിസിൽ സവാബ് പള്ളിപ്പറമ്പിലെ എന്റെ ഖബറിന്റെ അകത്ത് കിടക്കുകയാണ്. ഞാനെങ്ങാനും ഇന്ന് മരിച്ചു പോയാൽ, പടച്ച റബ്ബിന്റെ തൃപ്തി മാത്രം കരുതിയിട്ട് ഇത്രയും കാലം ഞാൻ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളുണ്ടല്ലോ, ആരെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ, ഞാൻ പഠിച്ച ഇൽമ്, മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്ത ഇൽമ്, ആ പഠിപ്പിച്ചു കൊടുത്ത ഇൽമ് ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി ഫാത്തിഹ ഓതിയാൽ, സൂറത്ത് ഓതിയാൽ, അവൻ ഞാൻ പറഞ്ഞു കൊടുത്ത രീതിയിൽ നമസ്കരിച്ചാൽ, 6 അടി മണ്ണിന്റെ അകത്ത് കിടക്കുന്ന ഖബറിലേക്ക് അതിന്റെ മിസിൽ സവാബിന് കുഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പറയുന്ന വഅദുണ്ടല്ലോ, അല്ലാഹുവേ പടച്ചവനെ, ഇന്ന് മൊബൈൽ യൂട്യൂബിലൊക്കെ കയറി നോക്കിയാൽ ഒരുപാട് പ്രഭാഷണങ്ങൾ കാണാം. പടച്ചവനെ, ഈ പ്രസംഗമെങ്ങാനും കേട്ടിട്ട് ഏതെങ്കിലും ഒരു കുട്ടി നന്നായിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരാൾ തന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്റെ ഖബറിലേക്ക് ഒഴുകി വരുന്ന ഒരു സദഖയാണ്. എന്നിട്ട് പ്രവാചകൻ രണ്ടാമതായി
മൂന്നാമതായി പറഞ്ഞു വവലദുൻ സ്വാലിഹാ, സ്വാലിഹായ സന്താനങ്ങളുണ്ടല്ലോ. അല്ലാഹുവേ പടച്ച റബ്ബേ, സാലിഹായ സന്താനങ്ങൾ, ആ മക്കൾ നമുക്ക് ഗുണം ചെയ്യുന്നവരാണ്. അവരുടെ ദുആയുണ്ടല്ലോ, അവരുടെ പ്രാർത്ഥനകളുണ്ടല്ലോ. മരിച്ചുപോയ വാപ്പയ്ക്ക് വേണ്ടി മക്കൾ ചെയ്യുന്ന ദുആ, അത് നാളെ ഖബറിനകത്ത് പ്രയോജനമുള്ള കാര്യമാണ്. അതുപോലെ വാപ്പയുടെ പേരിൽ പള്ളി കെട്ടാൻ നടക്കുന്നു, പള്ളിപ്പണി നടക്കുന്നു. പലരും പള്ളികൾക്ക് വേണ്ടി സദക്ക കൊടുക്കുമല്ലോ, മരിച്ചുപോയ വാപ്പയ്ക്ക് വേണ്ടി, ഉമ്മയ്ക്ക് വേണ്ടി, മാതാപിതാക്കളുടെ ഖബർ വിശാലതയ്ക്ക് വേണ്ടി. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് ജാരിയായ സദക്കയാണ്. അത് ഖബറിലെ മനുഷ്യന് പ്രയോജനം ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ടവര്, അപ്പ സാലിഹായ സന്താനങ്ങളുടെ പ്രാർത്ഥന മരണപ്പെട്ടു പോയവർക്ക് ഗുണം ചെയ്യും. 3 ചെയ്യുന്ന ജാരിയായ സദക്കകളുണ്ടല്ലോ, ജീവിതത്തിൽ നമ്മൾ ചെയ്തിരുന്നത്, നമുക്ക് വേണ്ടി മറ്റുള്ളവർ ചെയ്യുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ടവരെ, വമുസ്ഹഫും വരിസഹു, അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നു, പരിശുദ്ധമായ ഖുർആൻ വാങ്ങിക്കൊടുത്താൽ, അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ വാങ്ങിയിട്ട് പള്ളി വെക്കുന്നവരുണ്ട്, വീട്ടിൽ വെക്കുന്നവരുണ്ട്. ഈ ഖുർആൻ ആരെങ്കിലും ഓതിയാൽ ആ ഓതുന്നതിന്റെ പ്രതിഫലം അത് വാങ്ങിക്കൊടുത്ത മനുഷ്യനുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. പള്ളിയിൽ ഒരു ഖുർആൻ മേടിച്ചു കൊടുത്തിട്ടുണ്ട്, വീട്ടിലൊരു ഖുർആൻ നമ്മുടെ പൈസ കൊടുത്ത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ആ ഖുർആൻ എടുത്ത് ഓതിയാൽ ഖബറിൽ കിടക്കുന്ന ആ മനുഷ്യന് കിട്ടും. പള്ളിയിൽ കൊണ്ടുവച്ചിരിക്കുന്ന ഖുർആൻ, ആ ഖുർആൻ ആരെങ്കിലും എടുത്ത് ഓതിയാൽ ആ ഓതിയവന്, ആ വാങ്ങിച്ചു കൊടുത്തവന് ഓതിയതിന്റെ പ്രതിഫലം ഖബറിലെത്തും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പള്ളി കെട്ടിക്കൊടുത്താൽ അവന് ഖബറിന്റെ അകത്തെത്തും. ജനങ്ങൾക്ക് ഉപകാരമുണ്ടാകുന്ന രീതിയിൽ കിണർ കുടിച്ചു കൊടുത്താൽ, അല്ലെങ്കിൽ വെയിറ്റിംഗ് ഷെഡ് കെട്ടിക്കൊടുത്താൽ, റോഡുകൾ തയ്യാറാക്കി കൊടുത്താൽ, ഇങ്ങനെയുള്ള ജാരിയായ സദക്കകൾ ആര് ചെയ്യുന്നുണ്ടോ അതിന്റെ സബാബ് മരണപ്പെട്ടു പോയ മനുഷ്യന്റെ ഖബറിലേക്ക് എത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു തരുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സദക്ക ചെയ്യുന്നതിലൂടെ ഒരിക്കലും നഷ്ടമില്ല. സദക്ക ചെയ്യുന്നതിലൂടെ ഒരിക്കലും നഷ്ടം വരാറില്ല. എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, കോടാനുകോടി രൂപയുള്ളവനും കൊടുക്കാൻ വല്ലാത്ത പേടിയാണ്, കൊടുത്താ കുറഞ്ഞു പോകുമെന്ന് വല്ലാത്ത പേടിയാ. പടച്ചവനെ, പൈസയുടെ കാര്യം വരുമ്പോൾ കോടികളുള്ളവനാണെങ്കിലും അവന് പാവപ്പെട്ടവൻ, പടച്ചവനെ, യതീമായവർ, രോഗികൾ, എത്രയോ പാപങ്ങളല്ലെങ്കിൽ പള്ളിക്ക് വേണ്ടി, മദ്രസയ്ക്ക് വേണ്ടി, കോളേജുകൾക്ക് വേണ്ടി, യതീമായ പെൺകുട്ടികളുടെ വിവാഹങ്ങൾക്ക് വേണ്ടി എത്ര ചോദിച്ചാലും കൊടുക്കാൻ വല്ലാത്ത മടിയാണ്. കാരണം അവന് പേടിയാ, കൊടുത്താ കുറഞ്ഞു പോകുമെന്ന്. എങ്കിലും മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സത്യം ചെയ്തുകൊണ്ട് പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് എന്നെ പടച്ച റബ്ബിനെ കൊണ്ട് സത്യം ചെയ്തിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബാ, കൊടുത്തതിന്റെ പേരിൽ ഒരു മനുഷ്യനും അല്ലാഹു കുറവ് വരുത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. കൊടുത്തതിന്റെ പേരിൽ ഒരിക്കലും, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു കൊടുത്തതിന്റെ പേരിൽ ഒരിക്കലും കുറയ്ക്കില്ല എന്ന് നബിയിന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ കൊടുത്തതിന്റെ പേരിൽ തീരാനായിരുന്നെങ്കിൽ സംസം വെള്ളം തീരണം. സംസം വെള്ളത്തിന്റെ ചരിത്രം എനിക്ക് നിങ്ങൾക്കും അറിയാം. എത്രയുണ്ടത്? കോടാനുകോടി വർഷങ്ങളായിട്ട്, എത്രയോ വർഷങ്ങൾ കൊണ്ട് എത്ര കുടിക്കുന്നു, എത്ര പേര് കുളിക്കാൻ വരെ കൊണ്ടുപോകുന്നു അവിടെ നിന്ന് വാരി. എന്നിട്ട് എന്തേ കുറയാത്ത? ഒരിക്കലും കൊടുത്തതിന്റെ പേരിൽ കുറയാറില്ല. കൊടുത്തതിന്റെ പേരിൽ ലാഭമല്ലാതെ നഷ്ടം ഇന്നുവരെ ഒരാളും സദക്ക കൊടുത്തിട്ട് എത്തിയകാരായിട്ടില്ല. പാവങ്ങളെ സഹായിച്ചതിന്റെ പേരിൽ ഒരാളും ഇന്നും ഒന്നുമില്ല, നഷ്ടപ്പെട്ടു പോയിട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അതിന് ഉദാഹരണമായിട്ടൊരു ചരിത്രം പറയാം. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നാര മകളായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ. ഈ ചരിത്രം നിങ്ങൾ നല്ലതുപോലെ കേട്ടോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകള് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ, മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. എൻ്റെ പ്രിയപ്പെട്ടവരെ, രണ്ടുപേരും സാധാരണ ആൾക്കാരല്ല. രണ്ടുപേരും സാധാരണ ആൾക്കാരല്ല. ഒന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളാണ്. രണ്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് വഹി വന്നത്. മുത്തുനബിയേ, അലിയാര് തങ്ങൾക്ക് ഫാത്തിമയെ വിവാഹം കഴിച്ചു കൊടുക്കാൻ അല്ലാഹു പറഞ്ഞിട്ടാണ് റസൂലുള്ളാഹി തങ്ങൾ തന്റെ പൊന്നുമോളെ അലിയാര് തങ്ങൾക്ക് വിവാഹം കഴിച്ചു കൊടുത്തത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവരുടെ ചരിത്രം എടുത്തു നോക്ക്. ഫാത്തിമ ബീവി റളിയല്ലാഹു
റളിയല്ലാഹു തആല അൻഹയുടെയും അലിയാര് തങ്ങളുടെയും കുടുംബ ജീവിതം എടുത്തു നോക്ക്. വല്ലാത്ത പട്ടിണിയായിരുന്നു, വല്ലാത്ത ദാരിദ്ര്യമായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദിവസങ്ങളായിട്ട് പട്ടിണിയാട്, കഴിക്കാൻ ഭക്ഷണമില്ല. 3 ദിവസമായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോളും അലിയാര് തങ്ങളും മക്കളും പട്ടിണിയാണ്, കഴിക്കാൻ ഭക്ഷണമില്ല. അവസാനം വിശപ്പ് സഹിക്കാൻ കഴിയാതെ വന്നപ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് സ്നേഹത്തോടെ താൻ സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു അരക്കച്ചയുണ്ട്, അതെടുത്തു കൊടുത്തിട്ട് അലിയാര് തങ്ങളോട് പറയുന്നു, അലിയേ, ഇത് കൊണ്ടുപോയി കമ്പോളത്തിൽ കൊണ്ടുപോയി വിറ്റിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് ഭക്ഷണം വാങ്ങിച്ചിട്ട് വാ. വല്ലാതെ ആഗ്രഹത്തോടുകൂടി വീടിന്റെ അകത്ത് സൂക്ഷിച്ചിരുന്ന ഒരു വസ്ത്രമാണ്, അതെടുത്തു കൊടുത്തു ഭർത്താവിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നു, ഇത് കൊണ്ടുപോയി വിറ്റിട്ട് ഭക്ഷണം വാങ്ങിച്ചിട്ട് വാ. മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു മനസ്സില്ലാ മനസ്സോടെ തന്റെ ഭാര്യയും മക്കളും പട്ടിണി കിടക്കുന്നത് കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ അതുമായി കമ്പോളത്തിലേക്ക് കടന്നു ചെന്നു. കൊണ്ടുപോയി വിൽക്കുകയാണ്. പടച്ചവനെ, 6 ദിർഹമാണ് കൂലി കിട്ടിയത്, 6 ദിർഹമാണ് കൂലി കിട്ടിയത്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്നത് വിറ്റിട്ട് കിട്ടിയ 6 രൂപയുമായി തന്റെ വീട്ടിലേക്ക് മടങ്ങുമ്പോ പടച്ചവനെ, ഒരു പാവപ്പെട്ടവന് കടന്നു വരികയാണ്, ഒരു പാവപ്പെട്ട മനുഷ്യന് കടന്നു വരികയാണ്. അലിയേ, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി എന്റെ ഭാര്യയും മക്കളും പട്ടിണി കാരണം തളർന്നു കിടക്കുകയാണ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ താലിയേ. കയ്യിൽ വെച്ചിട്ട് നമ്മൾ പറയുന്നത് പോലെ കോടികളുള്ളവനും പറയും, ഇപ്പൊ എന്റെ കയ്യിലില്ല, കച്ചവടമൊക്കെ നഷ്ടത്തിലാണ് എന്ന് പറയും. പക്ഷേ അലിയാര് തങ്ങൾ അങ്ങനെയല്ല. പടച്ചവനെ, പട്ടിണി കിടന്നിട്ട് തന്റെ ഭാര്യ കൊടുത്ത വസ്ത്രം കൊണ്ടുപോയി വിറ്റിട്ട് കിട്ടിയ 6 ദിർഹം കയ്യിലിരിക്കുമ്പോ ഒരു പാവപ്പെട്ടവൻ തന്റെ കണ്ണിന്റെ മുന്നിൽ വന്ന് വിശന്നുകൊണ്ട് യാചിക്കുമ്പോ കയ്യിൽ വെച്ചിട്ട് ഇല്ല എന്ന് പറഞ്ഞില്ല. 6 രൂപയും എടുത്ത മനുഷ്യന്റെ കയ്യിലേക്ക് കൊടുക്കുകയാ. 6 രൂപയും കയ്യിൽ വെച്ചിട്ട് ഇല്ല എന്ന് പറഞ്ഞില്ല. 3 കൊടുക്കാമെന്ന് കരുതിയില്ല, 1 രൂപയെങ്കിലും തിരിച്ചു വെക്കാമെന്ന് കരുതിയില്ല. കൊടുക്കുമ്പോൾ നല്ലതുപോലെ കൊടുക്കണമല്ലോ. ആ തുണി വിറ്റിട്ട് കിട്ടിയ പൈസ മുഴുവനും ആ പാവപ്പെട്ടവന്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് വെറും കയ്യോടെ തന്റെ പ്രിയപ്പെട്ടവൾ ചോദിക്കുമ്പോ എന്ത് മറുപടി പണയും, എന്ത് മറുപടി പറയണമെന്നറിയാതെ അലിയാര് തങ്ങൾ ഇങ്ങനെ നടന്നു വരുമ്പോ അതാ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ആ രംഗം കണ്ടിട്ട് മലക്കുകൾ പോലും അത്ഭുതപ്പെട്ടു പോയി. ആ ഒരു രംഗം കണ്ടിട്ട് മലക്കുകൾ പോലും അത്ഭുതപ്പെട്ടു പോയി. അതാ വരുന്നു മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ, ഒരു മനുഷ്യന്റെ രൂപത്തിൽ കടന്നു വരികയാണ്. ഒരൊട്ടകത്തെയും കയ്യിൽ പിടിച്ചുകൊണ്ട് അലിയാര് തങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. അവിടെന്ന് ചോദിച്ചു, അലിയേ, ഈ ഒട്ടകത്തിന് നിനക്ക് വേണോ അലിയേ? ഈ ഒട്ടകത്തിന് നിനക്ക് വേണോ അലിയേ? മനുഷ്യന്റെ രൂപത്തിലാണ് ജിബ്രീൽ കടന്നു വന്നത്. അലിയാര് തങ്ങൾ പറഞ്ഞു, എന്റെ കയ്യിൽ 5 നയാ പൈസയില്ല, കിട്ടുമ്പോ തന്നാ മതി അലിയേ. 100 ദിർഹമിന് അവിടുന്ന് കച്ചവടം നടത്തി. പൈസ കിട്ടുന്ന സമയത്ത് തന്നാ മതി. ഒട്ടകത്തെ അലിയാര് തങ്ങളുടെ കയ്യിലേക്ക് കൊടുത്തു. എന്നിട്ട് അലിയാര് തങ്ങൾ ഒട്ടകവുമായി നടന്നു പോകുമ്പോ അതാ സുബ്ഹാനല്ലാഹ്, ഒരു അറാബിയുടെ രൂപത്തിൽ കടന്നു വരുന്നതാരെന്നറിയുമോ? മഹാനായ മീകായിൽ അലൈഹിസ്സലാം. മീകായിൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, അതാ പടച്ചവനെ ഒരു അറാബിയുടെ രൂപത്തിൽ കടന്നു വരികയാണ്. അവിടെന്ന് ചോദിക്കുന്നു, അലിയേ, ഈ ഒട്ടകത്തെ വിൽക്കുന്നോ അലിയേ? ഒട്ടകത്തെ വിൽക്കുന്നു അലിയേ? അലിയാര് തങ്ങൾ പറഞ്ഞു വിൽക്കുന്നു. അവിടെന്ന് ചോദിച്ചു, എത്ര രൂപയ്ക്കാ ഇത് വാങ്ങിച്ചത്? അലിയാര് തങ്ങൾ പറഞ്ഞു, ഞാൻ 100 ദിർഹമിനാണ് വാങ്ങിച്ചത്. ആ മനുഷ്യൻ പറഞ്ഞു, എങ്കിൽ ഞാൻ 160 ദിർഹം ഞാൻ നിനക്ക് തരാ. പടച്ചവനെ, 160 ദിർഹം കയ്യിൽ കൊടുത്തിട്ട് അവിടെന്ന് ഒട്ടകത്തെ ഏതാ മനുഷ്യൻ വാങ്ങുകയാണ്. പടച്ചവനെ, അലിയാര് തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി. 100 രൂപ കടമുണ്ടല്ലോ. അലിയാര് തങ്ങൾ ഓടിച്ചെന്നിട്ട് ആദ്യം ഒട്ടകം
വാടകം വാങ്ങിയ മനുഷ്യന്റെ കയ്യിലേക്ക് എനിക്ക് ലാഭം കിട്ടിയെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് 100 ദിർഹം കൊടുത്തു കടമങ്ങ് തീർക്കുകയാണ്. പിന്നെ 60 ദിർഹം കൊണ്ട് തന്റെ പ്രിയപ്പെട്ടവളുടെ വീട്ടിലേക്ക് ഓടുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 60 ദിർഹവുമായിട്ട് അലിയാർ തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോ അതാ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നു, അലിയേ എവിടെ നിന്നാണ് ഇത്ര രൂപ? ഇത്രയും പണം കിട്ടിയോ അലിയേ? എന്റെ വസ്ത്രത്തിന് ഇത്രയും വലിയ രൂപ കിട്ടിയോ അലിയേ? അലിയാർ തങ്ങൾ പറഞ്ഞു, ഫാത്തിമ, ഞാൻ അല്ലാഹുവിനോട് 6 രൂപ കൊടുത്തിട്ടൊരു കച്ചവടം നടത്തി. ഞാൻ 6 ദിർഹം കൊടുത്തിട്ടൊരു കച്ചവടം നടത്തി. എനിക്ക് അല്ലാഹു 60 തിരിച്ചു തന്നു ഫാത്തിമ. 6 രൂപ ഒരു പാവപ്പെട്ടവന് കൊടുത്തപ്പോ നിമിഷങ്ങൾക്കുള്ളിൽ പടച്ചവൻ 60 ദിർഹം തിരിച്ചു കൊടുത്തു എന്ന് അലിയാർ തങ്ങൾ തന്റെ പ്രിയപ്പെട്ടവളോട് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അലിയേ, ഒട്ടകത്തെ കൊണ്ട് വന്നതാരെന്നറിയുവോ? മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമാണ് ഒട്ടകത്തെ കൊണ്ടുവന്നത്. അത് വാങ്ങിച്ചതാരെന്നറിയുമോ? മഹാനായ മീകായിൽ അലൈഹിസ്സലാം. ആ ഒട്ടകം ഏതെന്നറിയുമോ? അത് സ്വർഗത്തിലെ ഫാത്തിമയുടെ വാഹനമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ കൊടുത്താ കുറയില്ല എന്നതിന് ഇതിനേക്കാളും എന്ത് തെളിവാ സഹോദരാ നിനക്ക് വേണ്ടത്? 10 രൂപ പാവപ്പെട്ടവന് കൊടുത്തതിന്റെ പേരിൽ ഒരിക്കലും നിന്റെ മക്കളെ അല്ലാഹു പട്ടിണിക്കിടില്ല. ഒരിക്കലും അല്ലാഹു നിനക്ക് ദാരിദ്ര്യം തരില്ല. ഒരിക്കലും ഒരു മനുഷ്യന്റെ മുന്നിൽ കൈനീട്ടി യാചിക്കേണ്ട ഗതി അല്ലാഹു നിനക്ക് വരുത്തില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അലിയേ, ഫാത്തിമ, നിനക്ക് അല്ലാഹു 3 അനുഗ്രഹം ചെയ്തു ഫാത്തിമ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പൊന്നാര മകളോട് പറയുകയാണ്, നിനക്ക് അല്ലാഹു 3 മഹത്വമാണ് നൽകിയത്. ഒന്നാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, ഫാത്തിമ, സ്വർഗത്തിലെ പെണ്ണുങ്ങളുടെ നേതാവ് നീയാണ് ഫാത്തിമ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാ, പൊന്നുമോളെ, സ്വർഗത്തിലെ പെണ്ണുങ്ങളുടെ നേതാവ് നീയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫാത്തിമ, നിന്റെ 2 മക്കളുണ്ടല്ലോ, ഹസനും ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ, നിനക്ക് അല്ലാഹു തന്ന 2 മക്കള് നാളെ സ്വർഗത്തിലെ യുവാക്കളുടെ അമീറന്മാരാണ്. നാളെ സ്വർഗത്തിലെ ചെറുപ്പക്കാരുടെ, നാളെ സ്വർഗത്തിലെ ആണുങ്ങളുണ്ടല്ലോ, അവരുടെ നേതാക്കന്മാരാണ് നിന്റെ 2 മക്കള്. എന്നിട്ട് പ്രവാചകൻ പറയുന്നു, നിന്റെ വാപ്പയാരെന്നറിയുമോ? സർവ പ്രവാചകന്മാർക്കും നേതാവാ. നിനക്ക് അല്ലാഹു തന്ന ഭാഗ്യമാണെന്ന് മുത്തുനബി എവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ഈ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, കൊടുത്തതിന്റെ പേരിൽ ഒരു മനുഷ്യനും അല്ലാഹു കുറയ്ക്കില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ഇന്ന് ചിന്തിക്ക്, 3 ദിവസമായിട്ട് കഴിക്കാൻ ഭക്ഷണമില്ലാതെ ഭാര്യയും മക്കളും പട്ടിണിയാ. എന്നിട്ട് ഒരു ഗതിയില്ലാതെ വന്നപ്പോ വീടിന്റെ അകത്ത് സൂക്ഷിച്ചു വെച്ചിരുന്ന മനോഹരമായ ഒരു വസ്ത്രമെടുത്ത് ഭർത്താവിന്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, കൊണ്ടുപോയി വിറ്റിട്ട് കിട്ടുന്ന പൈസ കൊടുത്ത് ഭക്ഷണം വാങ്ങിച്ചിട്ട് വാ. പ്രിയപ്പെട്ട ഭർത്താവ് മനസ്സോടെ കെട്ടുതാരി വരെ അഴിച്ചു കൊടുക്കത്തില്ല ചില സമയം. എന്റെ പ്രിയപ്പെട്ടവരെ, മഹർ തന്നതുപോലും അവസാനം ഒരു ഗതിയില്ലാതെ വരുമ്പോ പെണ്ണുങ്ങൾ ഊരിത്തരും. ഇതുപോലെ ആയിഷ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ കൊടുത്തുവിട്ടു. അത് കൊണ്ടുപോയി വിറ്റിട്ട് 6 രൂപയും വാങ്ങിച്ചിട്ട് ഇങ്ങനെ വരുമ്പോഴാ ഒരു പാവപ്പെട്ടവൻ വന്നിട്ട് ചോദിക്കുന്നത്, വല്ലതും തരാൻ. നമ്മളാണെങ്കിൽ എന്ത് പറയും? ഒന്നുമില്ല. നമ്മളാണെങ്കിൽ പറയും ഒന്നുമില്ല. അലിയാർ നിങ്ങൾ കൈവച്ചിട്ടില്ല എന്ന് പറഞ്ഞില്ല. നമ്മളാണെങ്കിൽ വെച്ചിട്ട് ഇല്ല എന്ന് പറയും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു മൊത്തം കൊടുത്തു. ഒന്നുമില്ല കയ്യിൽ, വെറും കയ്യായി നടന്നു വരുമ്പോ അതാ മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ഒട്ടകവുമായിട്ട് വന്നിട്ട് ചോദിച്ചു, വേണോ അലിയെ? വാങ്ങാൻ 5 നയാ പൈസ എൻ്റെ കയ്യിലില്ല. വേണ്ട, കടവായിട്ട് വെച്ചോ. കിട്ടുമ്പോ തന്നാ മതി, കടമായിട്ട് വെച്ചോ. കൊടുത്തു 100 ദിർഹം. അടുത്തതാ വരുന്നു, ഒട്ടകവുമായി മുന്നോട്ട് നടക്കുമ്പോ അടുത്ത മലക്ക് വന്നിട്ട് വയ്ക്കുക, 160 തരുന്നോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, കൊടുത്തതിന്റെ പേരിൽ ഒരിക്കലും നമുക്ക് അല്ലാഹു കുറവ് വരുത്തൂല. അതിലൂടെ അല്ലാഹു നേട്ടമേ തരൂ. കെട്ടിക്കിടക്കുന്ന വെള്ളം ഇന്ന് വരെ വർദ്ധിച്ച കഥയില്ല. കെട്ടിക്കിടന്ന വെള്ളം ഇന്ന് വരെ വർദ്ധിച്ച കഥയേ ഇല്ല.
ഇങ്ങനെ കൊടുത്തിട്ടുള്ള ഒരുത്തനും മറ്റൊരുത്തന്റെ മുന്നിൽ ഇങ്ങനെ നീട്ടേണ്ട ഗതി വന്നിട്ടില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചിന്തിക്കാറുണ്ട്, ചില ആൾക്കാർ ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ എന്തടി ഇങ്ങനെ വാരി കൊടുക്കണേ, നമുക്കങ്ങനെ തോന്നാറുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പടച്ച റബ്ബിന്റെ സഹായം ഭാര്യയെക്കുറിച്ചോ മക്കളെ കുറിച്ചോ ഒന്നുമില്ല. കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങുമ്പോ, അതായിരുന്നല്ലോ സഹാബത്തിന്റെ ചരിത്രം. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് സദക്ക ചോദിക്കുമ്പോ കൊടുക്കാൻ അവിടെ മത്സരവാ. ഇവിടെ ഇലക്ഷനും മറ്റുള്ള കാര്യങ്ങളാ മത്സരം. ഇപ്പൊ ഇലക്ഷന്റെ സമയം ആയിട്ട് പോലും ഇല്ല. പഞ്ചായത്ത് ഇലക്ഷനുള്ള തയ്യാറെടുപ്പുകൾ, പ്രചരണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. എന്നാൽ പണ്ടൊരു ഇന്നത്തെ അള്ളാന്റെ പള്ളികളിൽ പോലും ഇലക്ഷൻ നടക്കുന്ന കാലഘട്ടം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇന്ത്യയുടെ പ്രസിഡന്റ് ആവാനുള്ള ഇലക്ഷനൊക്കെ നടക്കുന്ന പോലെ പള്ളികളിൽ പോലും. എന്നാൽ നിങ്ങൾ കേൾക്കുക, പണ്ടൊരു കാലത്തൊരു മത്സരം നടന്നു. മഹാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു, കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്, പോയി വീട്ടിൽ പോയി കൊണ്ടുപോവാ. എല്ലാവരും ഓടി. മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വീട്ടിൽ പോയി. പടച്ചവനെ, എപ്പോ നോക്കിയാലും അബൂബക്കർ ജയിക്കണേ, എനിക്കൊരു വട്ടമെങ്കിലും ജയിക്കണം. എപ്പോ നോക്കിയാലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആണ് വിജയിക്കുന്നത്, ഒരിക്കലെങ്കിലും എനിക്ക് വിജയിക്കണം. പോയിട്ട് തന്റെ സമ്പാദ്യം മുഴുവനും അങ്ങോട്ട് അളന്നു, രണ്ടായിട്ട് വിഹിതം വെച്ചു. ഒരെണ്ണം അവിടെ വെച്ചു, ഒരെണ്ണം കൊണ്ടുവന്ന് മുത്തുനബിയുടെ കയ്യിൽ കൊടുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകന്റെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, നബിയെ, ഇതെന്റെ സമ്പാദ്യത്തിന്റെ പകുതിയാ. അങ്ങനെ സദക്ക കൊണ്ട് കൊടുത്തിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ നിൽക്കുക. ഒരുപാട് സഹാബത്ത് വന്നു, കയ്യിലൊക്കെ ഉള്ളത് കൊടുത്തു, ഒന്നും മിണ്ടുന്നില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ കാത്തു നിൽക്കുക. അബൂബക്കർ തങ്ങൾ ഇങ്ങോട്ട് വന്നൊരു ചെറിയ പൊതി കൊണ്ടുവന്ന് മുത്തുനബിയുടെ കയ്യിൽ കൊടുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ ചോദിച്ചു, അബൂബക്കറെ, വീട്ടിൽ എന്തുകൊണ്ട്? അള്ളാഹും അവന്റെ പ്രവാചകനും അല്ലാതെ ഒന്നുമില്ല നബിയെ. നബി, എന്റെ വീട്ടിൽ അങ്ങും അള്ളാഹും അവന്റെ പ്രവാചകനും അല്ലാതെ ഒന്നുമില്ല, ഉള്ളത് മുഴുവനും കൊണ്ടു കൊടുത്തു. അങ്ങനെ മത്സരിച്ചു എന്ന് ചരിത്രം പറയുമ്പോ, സഹാബത്തിന്റെ ചരിത്രങ്ങൾ അങ്ങനെയാ. എന്തു പറഞ്ഞാലും മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അല്ലാഹുവേ പടച്ചവനെ, നമ്മൾ ഇന്ന് മദീനത്ത് പോകുമ്പോൾ, ആ മദീനത്ത് ജന്നത്തുൽ ബഖീയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അതിന്റെ മധ്യഭാഗത്ത് കടന്നുറങ്ങുന്ന മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, സദക്കയുടെ കാര്യത്തിൽ ഉസ്മാൻ തങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ലായിരുന്നു. എന്തു പറഞ്ഞാലും അവിടെ നിന്ന് വാരിക്കോരി കൊടുക്കുമായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ അല്ലാഹുവേ പടച്ച റബ്ബ് കൊടുത്ത സമ്പാദ്യം മുഴുവനും സദക്ക ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിച്ചപ്പോ, അവിടെ നിന്ന് മഹാനവറുകൾക്ക് അല്ലാഹു കൊടുത്ത പ്രതിഫലം എന്തെന്നറിയുമോ? ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം എടുത്തു നോക്ക്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഉസ്മാൻ തങ്ങളോട് പറഞ്ഞു, ഉസ്മാനേ, നിനക്ക് ഇത്തിരി പ്രയാസം കടന്നു വരുന്നുണ്ട്, എങ്കിലും നീ നാളെ സ്വർഗത്തിലാണ്. പ്രവാചകൻ അവിടെ നിന്ന് ഉസ്മാൻ തങ്ങളോട് പറഞ്ഞിരുന്നു, ഉസ്മാനെ, നിനക്ക് ജീവിതത്തിൽ ഇത്തിരി പ്രയാസം വരും, എങ്കിലും നീ സ്വർഗത്തിലാണ്. എന്റെ പ്രിയമുള്ളവരെ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു മൂന്നാമത്തെ ഖലീഫയായി രാജ്യം ഭരിക്കുമ്പോ, അവസാനം പടച്ചവനെ മുസ്ലിമീങ്ങൾ രണ്ട് തട്ടായി. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട് വളഞ്ഞിരിക്കുകയാ. കൊല്ലുന്നതിന് വേണ്ടി ശത്രുക്കൾ വളഞ്ഞിരിക്കുകയാണ്. ഭക്ഷണമില്ല, വെള്ളമില്ല, ഒന്നുമില്ല. വീട്ടിനകത്ത് ഭക്ഷണമില്ല. ദിവസങ്ങളായിട്ട് ഉസ്മാൻ തങ്ങളുടെ വീട് ശത്രുക്കൾ വളഞ്ഞിരിക്കുകയാണ്. പടച്ചവനെ, നോമ്പാണ്. നോമ്പ് പിടിക്കാനും മുറിക്കാനും ഭക്ഷണമില്ല. അവസാനം എത്രയോ ദിവസങ്ങൾ നോമ്പ് പിടിച്ചിട്ട് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു കഴിക്കാൻ ഭക്ഷണമില്ലാതെ, നോമ്പ് തുറക്കാൻ വെള്ളമില്ലാതെ, ഉസ്മാൻ തങ്ങൾ അസ്ർ നമസ്കാരം കഴിഞ്ഞിട്ട് തന്റെ വീടിന്റെ അകത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ നിന്ന് തളർന്നു പോയി ഉറങ്ങുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഉറങ്ങിപ്പോയി. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രം പറയുകയാ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അങ്ങനെ അസ്ർ കഴിഞ്ഞ് നോമ്പ് തുറക്കുന്ന സമയത്തിനോടടുത്ത് വരുമ്പോ, അറിയാതെ ഉറങ്ങിക്കിടക്കുമ്പോ ഉസ്മാൻ തങ്ങൾ ഒരു സ്വപ്നം കാണുകയാ. മുത്തുനബി ആരാണെന്ന് പഠിച്ചോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തില് അല്ലാഹുവിന്റെ റസൂൽ ആരാണെന്ന് പഠിച്ചോ? അതാ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു നോമ്പ് തുറക്കാൻ ഭക്ഷണമില്ലാതെ ദിവസങ്ങളായി പട്ടിണിയാണ്. വീടിന്റെ അകത്ത് കിടന്ന് ഉറങ്ങുമ്പോ അവിടെ നിന്നൊരു സ്വപ്നം കാണുകയാ. ആരാ സ്വപ്നത്തിൽ കടന്നു വരുന്നത്? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി
വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കടന്നു വരികയാണ്. മുത്തുനബിയുടെ കൂടെ ആരാവുള്ളത്? മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. മൂന്നുപേരും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുകയാ. മൂന്നുപേരും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, ഉസ്മാനേ, നോമ്പ് തുറക്കാൻ ഭക്ഷണമില്ലേ? നോമ്പ് തുറക്കാൻ ഭക്ഷണമില്ലേ? യാ റസൂലല്ലാഹ്, ദിവസങ്ങളായിട്ട് പട്ടിണിയാണ് നബിയേ, പട്ടിണി നോമ്പാണ് നബിയേ, വിശക്കുന്നു ഉസ്മാനെ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഉറങ്ങിക്കിടക്കുന്ന ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചുണ്ടിന്റെ ഭാഗത്തേക്ക് തന്റെ കൈ ഇങ്ങനെ നീട്ടി കൊടുക്കുമ്പോ പ്രവാചകന്റെ കൈകളുടെ വിരലുകൾക്കിടയിലൂടെ അവിടെ അല്ലാഹുവേ, ഉസ്മാൻ തങ്ങൾ സബ്ബദാ ഭക്ഷണം കഴിച്ചു എന്ന് ചരിത്രം പറയുകയാ. മുത്തുനബി ഇങ്ങനെ കൈ നീട്ടി കൊടുക്കുമ്പോ പ്രവാചകന്റെ കൈകളുടെ വിരലുകൾക്കിടയിലൂടെ ഭക്ഷണം കടന്നു വന്ന് ആ ഭക്ഷണം കടിച്ച് ഉസ്മാൻ തങ്ങൾ നോമ്പ് മുറിച്ചു എന്ന് ചരിത്രം പറയുമ്പോ അല്ലാഹുവേ, പാവങ്ങളെ സഹായിക്കുന്നവരുണ്ടല്ലോ, അല്ലാഹു തന്ന സമ്പാദ്യം പാവങ്ങൾക്ക് കൊടുക്കുന്നവരുണ്ടല്ലോ, അല്ലാഹു തന്ന സമ്പാദ്യം എന്നോട് സ്നേഹം കൂടിയിട്ടല്ല അല്ല എനിക്ക് കൊട്ടാരം തന്നത്, എനിക്ക് വാഹനം തന്നത്, എനിക്കൊരുപാട് സ്ഥലങ്ങൾ നൽകിയത്, എനിക്കൊരുപാട് കച്ചവടം നൽകിയത് അല്ലാഹുക്ക് എന്നോട് സ്നേഹം കൂടിയിട്ടല്ല, എന്റെ തഴമ്പ് കണ്ടിട്ടല്ല, എന്റെ താടിയുടെ നീളം കണ്ടിട്ടല്ല, എന്റെ ഇബാദത്തുകൾ കണ്ടിട്ടല്ല. അല്ലാഹു എനിക്ക് സമ്പാദ്യം നൽകിയിരിക്കുന്നത് പടച്ച റബ്ബനെ പരീക്ഷിക്കാനാ. അല്ലാഹുവേ, മനസ്സിലാക്കാൻ കഴിയണം സഹോദരാ. അതുകൊണ്ട് കൊടുക്കുന്നത് കൊണ്ട് ഒരിക്കലും കുറയാറില്ല. അല്ലാഹുവിലേക്ക് അടുക്കാനേ കഴിയൂ. സദഖ ചെയ്യുന്നതിലൂടെ റബ്ബിലേക്ക് അടുക്കുകയാണ്. അല്ലാഹുവിന്റെ കാരുണ്യം നമുക്ക് ലഭിക്കുകയാണ്. പടച്ച റബ്ബിന്റെ സ്നേഹം നമുക്ക് ലഭിക്കുകയാണ്. നമ്മുടെ കാര്യങ്ങൾ അല്ലാഹു ഏറ്റെടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, പാവങ്ങളെ മറന്നു പോകരുത്, രോഗികളെ മറന്നു പോകരുത്, യതീമീങ്ങളെ മറന്നു പോകരുത്, കടം കൊണ്ട് വലയുന്നവരെ നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. കടത്തിൽ കഴിയുന്നവരെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ പരിഗണന നൽകേണ്ടത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുന്ന് സ്വഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അയ്യുൻ നഫഖതി അഫ്ളലു, ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന സദഖ ഏതാണ് നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകനോട്, ലോകത്തിന്റെ നേതാവിനോട് സഹാബത്ത് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന സദഖ ഏതാണ് നബിയേ? അല്ലാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന സദഖ ഏതാ അറിയോ? പറമനുഷ്യ, ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന സദഖ ഏതാ? പള്ളി കെട്ടിക്കൊടുക്കല? വെടിയുണ്ടതുപോലെ ഇരിക്കാതെ മറുപടി പറ. ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന സദഖ ഏതാ? പള്ളി കെട്ടിക്കൊടുക്കലാണോ? എന്താ പൻസാരിങ്ങനെ പറമനുഷ്യന്മാരെ, ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന സദഖ ഏതാ? പള്ളി കെട്ടിക്കൊടുക്കലാണോ? മദ്രസകൾക്ക് കൊടുക്കലാണോ? പെൺകുട്ടികൾക്ക് കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടി കൊടുക്കലാണോ? വീട് വെക്കാൻ വേണ്ടി കൊടുക്കലാണോ? യതീമിന് വേണ്ടി കൊടുക്കലാണോ? എന്താ? യതീമിന് വേണ്ടി അല്ല. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാണ്. നിങ്ങൾ വെളി മൈക്കിട്ടിട്ടുണ്ടില്ലേ? ഇല്ലേ? ഇപ്പൊ പറഞ്ഞ തീരുമാനമാവും. അതിൽ കുറച്ച് കഴിഞ്ഞ് പറയാം. മൈക്ക് പുറത്തിട്ടേക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇന്ന് വീടെത്താൻ പറ്റൂല. ഇന്ന് വീട്ടിൽ പോയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇന്ന് രാത്രി ചിലപ്പോൾ പെരുന്നാളായിരിക്കും. മൈക്ക് ഓഫ് ആക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. കാരണം നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന പള്ളി കെട്ടി കൊടുക്കുന്നതിനാണ്. അല്ല സഹോദരങ്ങളെ, നമ്മൾ സ്വപ്നത്തിൽ പോലും കരുതാത്ത ഒരു കാര്യത്തിന് വേണ്ടിയാ, നമ്മൾ സ്വപ്നത്തിൽ പോലും കരുതാതെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിനാ നാളെ അള്ളാഹുവിന്റെ മുന്നിൽ ഏറ്റവും കൂടുതൽ സദഖയുടെ പ്രതിഫലം കിട്ടുന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഈ വെളിയിൽ ഓഫായിക്കൂടെപ്പാ? ഇൻഷാ അല്ലാഹ് 9:30 ആയി. എത്ര മണിക്കായിരുന്നു തുടങ്ങിയത്? 9 മണി. അരമണിക്കൂറായില്ലേ? ഇൻഷാ അല്ലാഹ്. അപ്പോൾ അരമണിക്കൂറും കൂടെ ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന സമ്പത്ത്, ചിലപ്പോൾ നമ്മുടെ പ്രസിഡന്റ് വിചാരിക്കും അള്ളാഹു എനിക്കിപ്പോൾ പണമൊക്കെ തന്ന് അൻസാരി എണ്ണം വിചാരിക്കും കടയൊക്കെ ഉണ്ട് ഇല്ലേ, ഇതൊക്കെ പടച്ചോ എനിക്കങ്ങോട്ട് എൻ്റെ തഴമ്പ് കണ്ടിട്ട് തന്നെയാന്ന് ഇടയ്ക്കിടയ്ക്ക് തോന്നും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കൊക്കെ തോന്നാറുണ്ട് ഈ വണ്ടിയും വാഹനവും വീടും ഇതൊക്കെ അള്ള തന്നിരിക്കുന്നത് 5 നേരം നിസ്കരിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ താടിയുടെ നീളം കണ്ടിട്ട് കുടുംബമഹിമൊക്കെ നോക്കിയിട്ട് നമ്മൾ ചെയ്യുന്ന സൽപ്രവർത്തനങ്ങൾ കണ്ടിട്ട് അള്ള വാരി തന്നെയാണ്. ഒരിക്കലും അങ്ങനെയൊന്നും കരുതരുതട്ടാ, സ്വപ്നത്തിൽ പോലും അങ്ങനെ കരുതണ്ട. നിനക്ക് അല്ലാഹു ഇതൊക്കെ തന്നിരിക്കുന്നത് ഈ 8ന്റെ പണി നിനക്ക് തരാനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അടാ, അല്ല നിനക്ക് 8ന്റെ പണിയെ തന്നിരിക്കുന്നത്. ഈ സമ്പത്തൊക്കെ അല്ല നിനക്ക് തരും. എന്നിട്ട് നിന്റെ മുന്നിൽ പാവപ്പെട്ടവനെ കൊണ്ടുവന്ന് ഇങ്ങനെ കൈനീട്ടിക്കും. നീ അവന് കൊടുത്ത സ്വർഗത്തിൽ പോകും, കൊടുത്തില്ലെങ്കിൽ നരകത്തിൽ പോകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹായിക്കണം. നമ്മുടെ കയ്യിൽ സമ്പത്ത് വരുമ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ കുടുംബങ്ങളിലേക്ക് നോക്കണം. ഒരുപാട് പേര്, കൂടപ്പുറപ്പുകൾ, കുടുംബക്കാർ, ഉമ്മയുടെ വീട്ടുകാർ, വാപ്പയുടെ വീട്ടുകാർ, അല്ലെങ്കിൽ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ. ഏറ്റവും കൂടുതൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഒരാളെ സഹായിക്കുമ്പോൾ ഈ കടത്തിൽ പെട്ടുകിടക്കുന്നവരെ വേണം സഹായിക്കാൻ. അതിന് വല്ലാത്ത പതിവല്ല. അതൊക്കെ ഇന്ന് ചെയ്യുവാണെങ്കിൽ ഫ്ലെക്സ് വേണമല്ലോ. നമ്മുടെ വിഷയം തന്നെ മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നരകത്തിൽ അല്ലാഹു എടുത്തു വെക്കുന്ന 3 ശരീരം. നാളെ അല്ലാഹു നരകത്തിലേക്ക് ആദ്യമായിട്ട് എടുത്തു വെക്കുന്ന 1ാമത്തെ മനുഷ്യൻ ഖുർആൻ പഠിച്ചവൻ. 2 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി പോരാടി വീരമൃത്യു വരിച്ച ശുഹദാ. 3 അല്ലാഹു നരകത്തിലേക്ക് ആദ്യമായിട്ട് എടുത്തെറിയുന്ന 3ാമത്തെ മനുഷ്യനാരെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, സദഖ നൽകിയവനെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. 3 പേരുടെയും നിയ്യത്ത് ഒന്നായിരുന്നു. 3 പേർക്കും ഇഖ്ലാസ് ഇല്ലായിരുന്നു. ഖുർആൻ പഠിച്ചവൻ ഇഖ്ലാസ് ഇല്ല, യുദ്ധത്തിന് പോയവൻ ഇഖ്ലാസ് ഇല്ല, സദഖ കൊടുത്തവൻ ഇഖ്ലാസ് ഇല്ല. കാരണം എല്ലാവരും അറിയണം, എല്ലാവരും കാണണം, ഒരുപാട് പബ്ലിസിറ്റി കേട്ടണം. ഞാൻ പള്ളിക്ക് 1 കോടി കൊടുത്തു, 5 കോടി കൊടുത്തു, എൻ്റെ പെണ്ണുമ്പിള്ളയുടെ സ്വർണ്ണമൂരി കൊടുത്തു. എല്ലാവരും പബ്ലിസിറ്റിയാണ് ആഗ്രഹിക്കുന്നത്. ഇഖ്ലാസ് നഷ്ടപ്പെട്ടു പോകുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് യാതൊരു പ്രതിഫലവുമില്ല. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹു അവനോട് പറയും, ആര് കാണുന്നതിന് വേണ്ടിയാണോ ചെയ്തത് അവന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം വാങ്ങ്, അവന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം വാങ്ങ്. എന്റെ പ്രിയപ്പെട്ടവരെ, എങ്കിൽ അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ള കാര്യം ആരും അറിയാതെ ചെയ്യുന്ന സദഖയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോൾ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹു ലോകമറിയുന്ന പണ്ഡിതനാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ പടച്ചവനെ അദാരിക എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയിരിക്കുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് യാത്രയിൽ ഒരു സ്ഥലത്ത് പോകും. പടച്ചവനെ മഹാനവറുകൾ അവിടെ പോയിരിക്കുമ്പോ ഒരു മുതഅല്ലിമായ ഒരു ചെറിയ പയ്യൻ വന്ന് ഇൽമു പഠിക്കാൻ വരുമായിരുന്നു. മഹാനവറുകളുടെ ചാരത്ത് വന്ന് ഇൽമുകൾ പഠിക്കും, അവിടെ നിന്ന് ഖിദ്മത്ത് ചെയ്യും. ഉസ്താദ് പോകുന്നത് വരെ അവിടെ നിൽക്കുമായിരുന്നു. ഒരിക്കൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹു ആ നാട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ഇൽമു പഠിക്കാൻ വരുന്ന പൊന്നുമോനെ കാണാനില്ല, ഇൽമു പഠിക്കാൻ വരുന്ന ചെറുപ്പക്കാരനെ കാണാനില്ല. അവിടെ നിന്ന് മഹാനവറുകൾ ചോദിച്ചു, എപ്പോഴും ഞാൻ ഈ നാട്ടിൽ വരുമ്പോ എന്റെ ചാരത്ത് വരുന്ന ഒരു മുതഅല്ലിം ഉണ്ടായിരുന്നല്ലോ, ആ പൊന്നുമോനെ കാണുന്നില്ലല്ലോ. ജനങ്ങൾ പറയുന്നു, തങ്ങളെ ആ പൊന്നുമോന് ജയിലിലാണ്, ആ മുതഅല്ലിം ജയിലിലാണ്. എന്ത് കുറ്റം ചെയ്തതിന്റെ പേരിലെന്നറിയുമോ? കടം മേടിച്ചിട്ട് പൈസ കൊടുക്കാതെ വന്നപ്പോ ഒരാളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിരുന്നു, അത് കൊടുക്കാതെ വന്നതിന്റെ പേരിൽ ജയിലിൽ അടച്ചിരിക്കുകയാണ്. വല്ലാത്ത സങ്കടം വന്നു. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹു ആർക്കാണോ പൈസ കൊടുക്കാനുള്ളത് പാതിരാത്രി ആ മനുഷ്യന്റെ വീട്ടിലേക്ക് കടന്നു പോവുകയാണ്. അവിടെ കടന്നു പോയിട്ട് പറഞ്ഞു, ആ മുതഅല്ലിം എത്ര രൂപയാണ്
തരാനുള്ളത്, 10,000 ദിർഹമാണ് തരാനുള്ളത്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എനിക്ക് 2 കണ്ടീഷൻ ഉണ്ട്, എനിക്ക് 2 കണ്ടീഷൻ ഉണ്ട്. ഈ കണ്ടീഷൻ അംഗീകരിച്ചാൽ ഞാൻ ഈ 10,000 രൂപ ഞാൻ തരാം, ആ പൊന്നുമോന്റെ കടം ഞാൻ വീട്ടി തരാം. എന്നിട്ട് പറഞ്ഞ ഒന്നാമത്തെ കണ്ടീഷൻ എന്തെന്നറിയോ? മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറഞ്ഞ ഒന്നാമത്തെ കാര്യം, ഞാനാണ് ഈ പൈസ തന്നതെന്ന് ഞാൻ മരിക്കുന്ന കാലം വരെ അവനോട് പറയാൻ പാടില്ല. അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹു ആ മനുഷ്യനോട് പറഞ്ഞു, 10,000 രൂപ ഞാൻ തരാം, പക്ഷേ അല്ലാഹും ഞാനും നിങ്ങളും ഞാൻ മരിക്കുന്ന കാലം വരെ ഈ പൈസ തന്നത് ഞാനാണെന്ന് പറയാൻ പാടില്ല. 2 നേരം വെളുക്കുന്നതിന് മുമ്പ് ആ പൊന്നുമോനെ ജയിലിൽ നിന്ന് സ്വതന്ത്രനാക്കണം. അവിടെ നിന്ന് സമ്മതിച്ചു, 10,000 രൂപ കൊടുത്തു. എന്റെ പ്രിയപ്പെട്ടവരെ, പിറ്റേ ദിവസം രാവിലെയായി ഈ മുത്തഅല്ലിമായ പയ്യനുണ്ടല്ലോ അവിടെ നിന്ന് ജയിൽ മോചിതനായി. അവിടെ നിന്ന് വന്നപ്പോ ആൾക്കാര് പറഞ്ഞു, നിന്റെ ഉസ്താദ് വന്നിരുന്നു, നിന്നെ അന്വേഷിച്ചിരുന്നു, ഇപ്പോഴാണ് ഇവിടെ നിന്ന് പോയത്. ഈ മുത്തഅല്ലിമായ പയ്യനോടുകയാണ്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്തേക്ക് കടന്നു ചെന്നു. മഹാനവറുകൾ ചോദിച്ചു, മോനെ നീ എവിടെയായിരുന്നു? ഒന്നും അറിയാത്തതുപോലെ നീ എവിടെയായിരുന്നു? ഉസ്താദേ, ഞാൻ ജയിലിലായിരുന്നു, പക്ഷേ ഏതോ ഒരു മനുഷ്യൻ എന്റെ പൈസ കൊടുത്തിട്ട് എന്നെ മോചിപ്പിച്ചു. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പറഞ്ഞു, മോനെ പറയടാ അൽഹംദുലില്ലാഹ്, ഞാനാണ് കൊടുത്തതെന്ന് പറഞ്ഞില്ല. അവിടെ നിന്ന് എന്റെ പൈസ ആരോ കൊടുത്തെന്ന് പറഞ്ഞപ്പോ മഹാനവറുകൾ പറഞ്ഞു, പറയടാ മോനെ അൽഹംദുലില്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനവറുകൾ മരിക്കുന്ന കാലം വരെ അവിടെ നിന്ന് പറഞ്ഞില്ല. അവസാനം മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ആ മുത്തഅല്ലിമിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നിന്റെ കടം വീട്ടിയതാരെന്നറിയോ? നിന്റെ ഉസ്താദായിരുന്നു എന്ന് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ തൃപ്തി മാത്രം കരുതിയിട്ട് വേണം സദഖ കൊടുക്കാൻ, നല്ല കാര്യങ്ങൾ ചെയ്യാൻ. പ്രത്യേകിച്ച് എന്റെ പ്രിയപ്പെട്ടവരെ, കടമുണ്ടല്ലോ അത് നിസ്സാരമായി തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല. നമ്മളിൽ പലരും കടം മേടിക്കാൻ വലിയ ഉഷാറാണ്, എങ്കിലും കൊടുക്കേണ്ട സമയത്ത് കൊടുക്കില്ലല്ലോ. അതുകൊണ്ടാ പറഞ്ഞത്, നിങ്ങൾ കടം മേടിക്കല്ലേ. കടത്തിന്റെ വിഷയത്തിലാണ് ബന്ധങ്ങൾ തകർന്നു പോകുന്നതെന്ന് മഹാന്മാര് നമുക്ക് പഠിപ്പിച്ചു തന്നത് വെറുതെയല്ലല്ലോ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ 1 രൂപയെങ്കിലും, 5 നയാ പൈസയെങ്കിലും കടമുള്ളവരാരെങ്കിലും ഈ സദസ്സിലുണ്ടോ? നിന്റെ ഉറക്കം ഇന്നത്തോടുകൂടി പോകണം സഹോദരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, മുത്തുനബിയുടെ മുന്നിലെങ്ങാണം ഒരു മയ്യത്ത് കൊണ്ടുവച്ചാൽ നമസ്കാരത്തിന്റെ സമയമാകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് ചോദിക്കുന്നു, സ്വഹാബാ ഈ മയ്യത്ത് കടക്കാരനാണോ സഹാബാ? ആർക്കെങ്കിലും എന്തെങ്കിലും തരാനോ കൊടുക്കാനോ ഉണ്ടോ? ഇല്ലെന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് മയ്യത്ത് നമസ്കരിക്കുമായിരുന്നു. പടച്ചവനെ, പിന്നീട് ഒരു മനുഷ്യന്റെ മയ്യത്ത് കൊണ്ടുവച്ചു. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് ചോദിച്ചു, സഹാബാ ഈ കിടക്കുന്ന മനുഷ്യൻ ആർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ടോ? ആർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ടോ? സഹാബികൾ പറഞ്ഞു, നബിയെ കടക്കാരനാണ്. മുത്തുനബി പറഞ്ഞു, സഹാബത്തെ നിങ്ങൾ മയ്യത്ത് നമസ്കരിക്കൂ, നിങ്ങളുടെ സഹോദരന് വേണ്ടി നിങ്ങൾ മയ്യത്ത് നിസ്കരിക്ക്. ഞാൻ നിസ്കരിച്ചിട്ട് പ്രയോജനമില്ല, ഞാൻ നിസ്കരിച്ചതിന്റെ പേരിൽ പ്രയോജനമില്ല. കടക്കാരൻ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ കടക്കില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ.